ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങള് വീണ്ടും ഒരു ബിസിനസ് ഡിസ്കഷനുമായിട്ട് വന്നിരിക്കുകയാണ്. സോ ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ സോണിയ. ഞാനിപ്പം കാനഡയിലെ എഡ്മണ്ടണിലാണ്. ഞാൻ ഒരു ആക്ട്രസ് ആണ്. ഇപ്പൊ ഒരു ഫുൾ ടൈം ബിസിനസ് ഓണറും ആണ്. സോ അടുത്ത മഞ്ജു. ഹായ് എവറി വൺ, ഞാൻ ആനീസ് മഞ്ജു. ഞാൻ മോൺട്രിയാലിൽ 24 ഇയേഴ്സ് ആയിട്ട് ഫാമിലിക്കൊപ്പം സെറ്റിൽഡ് ആണ്. എന്റെ പ്രൊഫഷൻ അക്കൗണ്ടിംഗ് ആണ്. അതോടൊപ്പം ഞാൻ ഒരു ഓൺലൈൻ ബിസിനസ് മെന്റർ കൂടിയാണ്. ജി. ജീനു. ഹലോ, ഞാൻ ജീനു. ഞാൻ കാനഡയിലെ വാൻകൂവറിലാണ്. ഞാനൊരു IT പ്രൊഫഷണൽ ആണ്. ഇപ്പോൾ ഒരു ബിസിനസ് ഓണറും കൂടിയാണ്. ഹായ്, വിനീത. ഞാൻ വിനീത. വാൻകൂവർ കാനഡയാണ്. രജിസ്റ്റേർഡ് നഴ്സാണ് പ്രൊഫഷൻ. ഇപ്പോൾ ഡിജിറ്റൽ ബിസിനസ് കോച്ചാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പോ ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു അടിപൊളി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. പക്ഷെ എന്നാലും ചിലവര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇല്ലെങ്കിൽ ചിലവര് സംശയിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഇത് സ്കാം ആണോ? ഇത് അങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട്, കുറച്ച് ചില ചില വിഭാഗങ്ങള്. അപ്പൊ അതിനുള്ള ഉത്തരങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇത് സ്കാം ആണോ? അല്ല ട്ടോ. അപ്പം ഇത് സ്കാം അല്ല എന്ന് പറയാൻ തന്നെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഇരിക്കുമ്പോ തന്നെ മനസ്സിലാവും. എപ്പോഴും ഞങ്ങളെ കാണാം ഓൺലൈനിൽ, ഞങ്ങൾ എല്ലാ കോണ്ടാക്ട്സും ഉണ്ട്. ഞങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് സ്കാം അല്ല എന്നുള്ളത്. ഇത്രയും ധൈര്യത്തിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇതിനെ പറ്റിയിട്ട് ഇത്രയും വാദോരാതെ സംസാരിക്കണമെങ്കിൽ അഫ്കോഴ്സ് അത് സ്കാം ആയിരിക്കില്ല. പിന്നെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 4-5 പേർക്കെങ്കിലും എന്നെ ഒരു സീരിയലൊക്കെ കണ്ടിട്ട് അറിയുന്നുണ്ടാവും. അപ്പോ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് വേറെ എവിടെയും പോണ്ട കാര്യമില്ല അങ്ങനെ ഒരു സ്കാം ചെയ്യുവാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ധൈര്യത്തിൽ പറയാം, ഇത് സ്കാം അല്ല എന്നുള്ളത്. ഞങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ലീഗലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ്. പിന്നെ പിന്നെ എന്താ മഞ്ജുവിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? സ്കാം ആണോ ശരി, മഞ്ജു? അയ്യോ, ഇത് സ്കാമേ അല്ല. കാരണം നമ്മൾ എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓൺലൈനിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് സ്കാം ആണോ എന്ന് എല്ലാവർക്കും തോന്നുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഓൺലൈനിൽ എന്തും സ്കാം ആണെന്നുള്ള രീതിയിലാണ് എല്ലാവരും വരുന്നത്. പക്ഷെ സത്യത്തിൽ ഇത് സ്കാം അല്ല. ഇത് എല്ലാവർക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. അതിൽ പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്കാം അല്ല എന്ന് പറയുന്നതിന് ഒരു കാരണം, നമ്മൾ ടാക്സ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഇപ്പൊ ഇച്ചിരി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നുവെച്ചാൽ എനിക്കുള്ള എക്സ്പീരിയൻസ്, ഞാൻ അക്കൗണ്ടിങ്ങിലാണെങ്കിലും അത് പ്രൊഫഷണലായിട്ട് പറയാൻ പറ്റിയ ഒരു ആളല്ല. എന്നാലും എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇത് ഞാൻ ഈ ബിസിനസ്സിൽ 2 വർഷത്തോളമായി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു. ഞാൻ 2 വർഷം ടാക്സ് ചെയ്തതാണ്. ടാക്സ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ടാക്സസ് ചെയ്യാവുന്ന കുറെ പേപ്പർ വർക്ക്സ് ഉണ്ട്. അപ്പൊ ഈ ടാക്സ് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ അത് ഒരു സ്കാമേ അല്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് മെയിൻ യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റ് മേടിക്കുന്നു, നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം എക്സ്പെൻസസ് നമ്മൾ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു, പിന്നെ നമ്മളുടെ യൂട്ടിലിറ്റി ബിൽസ് പലതരത്തിൽ. ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ കൂടെയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഓൺലൈനിന്റെ പേപ്പർ വർക്ക്സ്, പിന്നെ നമ്മൾ ഫോണ്, ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷന്റെ ബില്ലുകള്, അങ്ങനെ പല തരത്തിലുള്ള ബില്ലുകളെല്ലാം നമ്മൾ വച്ചിട്ടാണ് ഈ ടാക്സ് സബ്മിറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പൊ അതൊരു മെയിൻ തിങ് ആണ്. നമ്മൾ പറയുന്നത് ഏത് രാജ്യത്തും ടാക്സ് ചെയ്യണം. അപ്പൊ ഇതൊരു സ്മോൾ ബിസിനസ് ആയതുകൊണ്ട് നമ്മൾ എല്ലാ രാജ്യത്തും ടാക്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനത്തെ കുറെ പേപ്പർ വർക്ക്സ് ചെയ്യണം. ഇത് ഞങ്ങളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പൊ കാനഡയിൽ ടാക്സ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ബിസിനസ്സിലുള്ളവരും പിന്നെ ഇനി ജോയിൻ ചെയ്യാൻ വരുന്നവർക്കും ഇത് എങ്ങനെ ടാക്സ് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് ഐഡിയാസ് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ പിന്നെ അടുത്തത് നമുക്ക് ജീനുവിനോട് ചോദിക്കാം. ജീനുവിന്റെ കുറച്ച് എക്സ്പീരിയൻസ്, ഇത് സ്കാം അല്ല എന്ന് തോന്നാനുണ്ടായ ജീനുവിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? താങ്ക് യു മഞ്ജു. സോ എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഇതിൽ വളരെ ന്യൂ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. കുറച്ച് നാളെ ആയുള്ളൂ ബിസിനസ് തുടങ്ങിയിട്ട്. സോ ഇപ്പം സ്കാം ആണെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ, ഓൺലൈൻ വേൾഡിൽ നമുക്ക് ഒത്തിരി സ്കാം നടക്കുന്നുണ്ട്.
പല രീതിയിൽ മെസ്സേജ് ആയിട്ടും കോൾ ആയിട്ടും പല പല രീതിയിലുള്ള സ്കാം നടക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് സ്കെപ്റ്റിക്കൽ ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരു പോയിന്റിൽ ലാസ്റ്റ് ഇയർ ഞാൻ ഇതിനെപ്പറ്റി ചെക്ക് ചെയ്ത സമയത്ത് ഞാനും വിചാരിച്ചിരുന്നു ആദ്യം സ്കാം ആണെന്ന്. ഞാൻ അതിന് കൂടുതൽ നോക്കാനൊന്നും പോയിട്ടില്ല. അന്ന് എനിക്ക് തോന്നി ഓക്കെ എനിക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും ഞാൻ നോക്കാതിരുന്നത്. പിന്നെ ഇപ്പൊ ഈ ഒരു എനിക്ക് എന്റെ IT പ്രൊഫഷന്റെ ഇപ്പം ഡൗൺ ആണ്. ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പൊ IT ഇൻഡസ്ട്രി ഇച്ചിരി ഡൗൺ ആണ്. അപ്പൊ ഈ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ എന്തെങ്കിലും വേറൊരു ഡിഫറെന്റ് ആയിട്ടൊരു കാര്യം ചെയ്യണം. അപ്പം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞു നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടറാണ് ഇപ്പൊ മഞ്ജു പറഞ്ഞ പോലെ ടാക്സ് ഫയലിംഗ്. കാരണം നമ്മൾ ഓരോ വർഷവും നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ IT പ്രൊഫഷണൽ ആയിട്ടൊക്കെ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങോട്ട് പൈസ അടയ്ക്കേണ്ട അവസ്ഥയാണ്. എല്ലാ ടാക്സ് സീസൺ വരുമ്പോഴും നമുക്കൊരു ബിസിനസ് ഓണർ അവർ ചെയ്യുന്ന ടാക്സ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ ജോബ് ചെയ്യുമ്പം അതിൻ്റെ ടാക്സ് അടയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു പരിധിയുണ്ട്. നമുക്ക് കുറെ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ ഇടാമെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പം ഞാൻ മോസ്റ്റ് ഓഫ് ദ സമയവും ഒന്നെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് ആണ് എനിക്ക് റീഫണ്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് തന്നെ തോന്നും ഓക്കെ നമുക്ക് ഇത്രയും പേ ഉണ്ട്, പക്ഷെ ഇതെല്ലാം ടാക്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എന്നെ മെയിൻ ആയിട്ട് ഈ ബിസിനസ്സിലോട്ട് അട്രാക്ട് ചെയ്ത ഒരു മെയിൻ റീസൺ ടാക്സ് ഫയലിംഗ് ആണ്. അപ്പം എനിക്കിത് ഇപ്പം കാനഡയിലാണെങ്കിൽ T4A കിട്ടും. അപ്പൊ ഏത് രാജ്യത്ത് നിന്ന് നിങ്ങൾ വർക്ക് ചെയ്താലും ആ രാജ്യത്തിൻ്റെതായ ടാക്സ് ഫോം കിട്ടും. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്കത് വെച്ച് നല്ലൊരു റീഫണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഒരു സ്കാം ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിന് ടാക്സ് ഫോം കിട്ടേണ്ട ആവശ്യമില്ല. സോ അതാണ് എന്നെ ഏറ്റവും കൂടുതലോട്ട് അട്രാക്ട് ചെയ്തതിന്റെ റീസൺ. നമുക്ക് വിനീതയ്ക്ക് എന്താണെന്ന് പറയാനുള്ളത് നോക്കാം. കാരണം വിനീത ഇതിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ വിനീത പറയൂ. ജീനു പറഞ്ഞത് എക്സാക്ട്ലി സെയിം ആണ് എൻ്റെ കാര്യത്തിൽ. ഞാൻ രജിസ്റ്റേർഡ് നഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഫുൾ ടൈം ആയിട്ട് ചെയ്യുമ്പം ഒരു എംപ്ലോയി ആയിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് കൂടുതൽ നമ്മൾ ദ മോർ വി വർക്ക് ഹാർഡ് അല്ലെങ്കിൽ എക്സ്ട്രാ ഷിഫ്റ്റ്സും ഓവർ ടൈം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞ് ടാക്സ് എടുക്കാൻ കുറേ പേര് നിൽക്കുന്നതായിട്ട് കുറേ സമയം ഫീൽ ചെയ്തിട്ടുണ്ട്. അതേസമയം ഞാനൊരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് വന്നപ്പോൾ ഈ ബിസിനസ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ടാക്സ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ബെനിഫിറ്റ് അത്രയും പേഴ്സണലായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. കാരണം ഒരുപാട് എക്സ്പെൻസസുകൾ നമുക്ക് ഞങ്ങൾ ആരും അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. അത് കറക്റ്റായിട്ടുള്ള CPAയുടെ അടുത്ത് തന്നെ നമ്മൾ പോയി റെഫർ ചെയ്ത് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഞാൻ കണ്ട ആ ഒരു വലിയൊരു വ്യത്യാസം. അതായത് ഞാൻ ആറിനായിട്ട് ജോലി ചെയ്യുമ്പം ടാക്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള ടാക്സ് റിട്ടേണും അല്ലെങ്കിൽ നേരത്തെ ജീനു പറഞ്ഞ പോലെ അങ്ങോട്ട് പേ ചെയ്ത മെനി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടുള്ളൊരു തുക കിട്ടും, നമ്മൾ ആ ടാക്സ് ചെയ്യുന്നതിൻ്റെ ഫീസും കൂടെ അടച്ചു കഴിയുമ്പം വളരെ തുച്ഛമായ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൂടുതൽ സമയം കിട്ടിയിട്ടുണ്ടാവുക ആസ് എൻ എംപ്ലോയി. പക്ഷേ അത് മാറിയത് നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ഡിജിറ്റൽ സ്പേസിൽ, ഇതൊരു ഇൻ്റർനെറ്റ് ബേസ്ഡ് ബിസിനസ്സാണ്, സ്മോൾ ഹോം ബേസ്ഡ് ബിസിനസ്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രിവിലേജസ് ഉണ്ട് നമുക്ക് എക്സ്പെൻസസുകൾ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. കാരണം നമ്മളൊരു സെർട്ടൈൻ ഏരിയയിലാണ്, വീടിൻ്റെ ഒരു സെർട്ടൈൻ ഏരിയ യൂസ് ചെയ്തിട്ട് ഒരു ഹോം ഓഫീസായിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന മോർഗേജ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെൻറ്റ്, യൂട്ടിലിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, ഇൻ്റർനെറ്റ് ബില്ല്, യു നെയിം ഇറ്റ്, ഓൾ ദ എക്സ്പെൻസസ് വി ക്യാൻ ആക്ച്വലി ആഡ്. അതൊരു ടാക്സ് ബ്രാക്കറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എഗെയിൻ അത് നമ്മളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള CPAയുടെ അടുത്ത് കൊണ്ടുചെന്ന് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെയാണ്, അതൊരു വലിയൊരു ഡിഫറൻസ് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളും കൂടിയാണ് ഞാൻ. പിന്നെ സ്കാം എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോൾ പറയാനുള്ളതാണ്. കാരണം ഓൺലൈൻ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് സ്കാമും തട്ടിപ്പുകളും പരിപാടികളും ഒക്കെ ഒരുപാടുള്ള ഒരു ഇത് തന്നെയാണ് ഓൺലൈൻ. പക്ഷേ ഒരു എന്താ പറയുക, റിയൽ ഫേസ് കാണിച്ച് അല്ലെങ്കിൽ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് എന്താ പറയുക, സ്കാം ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. നമ്മളെല്ലാവരും സെൽഫ് റെഗുലേറ്റഡ് പ്രൊഫഷണൽസ് ആണ് കൂടുതൽ ആൾക്കാരും. അപ്പം അതിൻ്റെതായ ലെജിറ്റിമസിയും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എൻഡ് ഓഫ് ദ ഇയർ ടാക്സ് സ്ലിപ്സും കാര്യങ്ങളും കിട്ടുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സ്കാം ആണെങ്കിൽ ഇത് പണ്ടേ പോയാണ്. ഇത്രയും നാളും അതും ഓരോ ദിവസം കൂടുതൽ ഗ്രോ ആയിക്കൊണ്ടിരിക്കാതെ അത് പണ്ടേ വാനിഷായി പോയേനെ. പല കാര്യങ്ങളും ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഇത് ഇന്നും അതിൻ്റെതായ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അത്രയും ലെജിറ്റിമസി ഉള്ളത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് മാത്രമാണ്.
പിന്നെ എന്താണ് ഞാൻ പിന്നെ എനിക്കും പറയാം, ഞാനും ജീനു പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ടാക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാനും അങ്ങോട്ട് പേ ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. എനിക്ക് ഇങ്ങോട്ട് ഗവൺമെന്റിൽ നിന്ന് ഒന്നും കിട്ടാറില്ല. പക്ഷെ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഗവൺമെന്റിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങി. ഇതൊക്കെ ഒരു എന്താ പറയാ, ഇപ്പോഴത്തെ കാലത്ത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഈ സ്കാമിങ്ങിന്റെ കാര്യം എല്ലാവരും പറയാണ്, ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ സെർച്ച് ചെയ്യുക. ഇന്റർനെറ്റിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് സെർച്ച് ചെയ്യാനുള്ളത്. അത് സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടേതായ ഒരു നിഗമനത്തിൽ എത്തുക. അതുകൂടാതെ ഞങ്ങൾ എല്ലാവരും പ്രൊഫഷണൽസും ആണ്. ഞങ്ങളെ സെർച്ച് ചെയ്താലും ഞങ്ങൾ എല്ലാവരും ഓൺലൈനിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നവരാണ്. ഞങ്ങളുടെ എല്ലാരെയും കാണാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ അതും കൂടെ എനിക്ക് അതിനോട് ആഡ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് യു ഗൈസ് ഡോണ്ട് വറി അബൌട്ട് ദ സ്കാം. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. അതെ, അപ്പൊ So, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊരു സ്കാമേ അല്ല എന്നുള്ള കാര്യം എല്ലാ തരത്തിലും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം സ്കാം ആണെങ്കിൽ തന്നെ എത്ര കാലം ചെയ്യും? ഇതിപ്പം 8+ ഇയേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ്, ആ ഒരു കമ്മ്യൂണിറ്റി ഉള്ളതാണ്. അപ്പോ അത്രയും നേരം ഒരു സ്കാം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റൂല, റൈറ്റ്? അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ പറഞ്ഞ മാതിരി ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് വേറെ ഒന്നും ആലോചിക്കാനില്ല. ഗവൺമെന്റ് അതിന് അപ്രൂവ് ചെയ്തു, അത് കാരണം മാത്രമാണ് നമുക്ക് ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റുന്നത്, റൈറ്റ്? അപ്പൊ അതൊരു സ്കാമിന്റെ ഒരു സ്കോപ്പ് പോലും അവിടെ കാണാനില്ല. അപ്പോ അവിടെ സ്കെപ്റ്റിക്കലായിട്ട് ഇരിക്കുന്ന ആൾക്കാരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നത്തിങ് ടു ലൂസ്. മനസ്സിലാക്കുക, നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾക്ക് പറ്റുന്ന ഒരു ബിസിനസ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ ആണെങ്കിൽ നമ്മുടെ കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മെസ്സേജ് അയക്കാം. എനി ടൈം വി ആർ അവൈലബിൾ. അപ്പോ നമ്മുടെ അടുത്ത പ്രാവശ്യം വേറെ ഒരു ഡിസ്കഷനുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക് യു. bye bye everyone.